ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹെയർ കെയർ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് നമ്മുടെ മുടി വളരാനും തലയിലെ താരൻ മാറാനും സ്പ്ലിറ്റൻസ് കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളു വെച്ച് വളരാനും ഉള്ള മുടി അതുപോലെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു ഹെയർ ടോണറാണ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഹെയർ ടോണർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് കുറച്ച് ചെമ്പരത്തി പൂവാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഞവരയില, കുറച്ച് തുളസിയില. ഇത് കൃഷ്ണ തുളസി, നമ്മുടെ വെള്ള തുളസിയും ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ ഹെയർ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കണം. നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഉപ്പിട്ട കഞ്ഞിവെള്ളമല്ല എടുക്കുന്നത് കേട്ടോ. നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളം, കട്ടിയല്ലാത്ത കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹെയർ സ്പ്രേ എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നമ്മുടെ ചെമ്പരത്തി പൂവൊക്കെ ലഭ്യത കുറവായിരിക്കും. ഉള്ളവർക്ക് ഇത് എത്ര ദിവസത്തേക്ക് വേണമെങ്കിലും നമുക്ക് എമൗണ്ട് കൂട്ടി ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ്. കഞ്ഞിവെള്ളം നല്ല തിളച്ച് വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമുക്ക് 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. ഒരു പെയിൽ യെല്ലോ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തുളസിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഞവരയില അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഞെരടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഇത് ജലദോഷമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഹെയർ സ്പ്രേ ആണ്. ഞാൻ എൻ്റെ എല്ലാ ഹെയർ സ്പ്രേയിലും അതുപോലെ തന്നെ ഹെയർ മാസ്ക് ആയാലും ഹെയർ ടോണർ ആയാലും എന്ത് ഉപയോഗിച്ചാലും എന്ത് ചെയ്താലും ഈ രണ്ട് സാധനങ്ങൾ സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. കാരണം ജലദോഷം എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജലദോഷം വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ജലദോഷത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 ഐറ്റം സഹായിക്കും. ഇലയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കണം. ചെമ്പരത്തിപ്പൂ ഇതിലിടുന്ന സമയത്ത് തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. അതായത് ചുവന്ന ചെമ്പരത്തിപ്പൂ നല്ല വെള്ള ചെമ്പരത്തിപ്പൂവായി മാറും. അതിൻ്റെ പിങ്ക് കളർ, അതായത് ചുവന്ന കളറല്ല, അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല പിങ്കിഷ് കളറായിട്ടുണ്ട് നമ്മുടെ വെള്ളം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് നമുക്ക്, 5 മിനിറ്റ് അല്ല, ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി സത്തും കൂടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. കളർ കണ്ടോ, നല്ല പിങ്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം വറ്റി വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നല്ലവണ്ണം തണുക്കണം കേട്ടോ. ഇപ്പോൾ ആവി പറക്കുന്നുണ്ട്. നമുക്ക് ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം ഞെരടണം. ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തത് ഇപ്പം വറ്റിയിട്ട് ഒരു ചെറിയൊരു അളവിലേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സ്കാൽപ്പിലും മുടിയിൽ അപ്ലൈ ചെയ്യാൻ ഇത്രയും തന്നെ ധാരാളം. അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കൈകൾ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് ഞെരടി കൊടുക്കാം കേട്ടോ. അതാ നല്ലവണ്ണം ഞെരടുമ്പോൾ ഇതിലുള്ള ബാക്കി ഐറ്റംസ് കൂടെ അതിലോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളയണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്താലും, മുടിയിൽ എന്ത് ചെയ്താലും, ഈവൻ നമ്മളിപ്പോൾ എണ്ണ അപ്ലൈ ചെയ്താൽ പോലും മുടിയുടെ കെട്ടെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് മുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളയുന്നത് നമ്മുടെ മുടി കൊഴിയുന്നതും പൊട്ടിപ്പോകുന്നതും തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് പല്ലകലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നല്ല രീതിയിൽ മുടി കോമ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിലൊരു നാച്ചുറൽ ഓയിലുണ്ട്. അത് ഈവനായിട്ട് നമ്മുടെ മുടിയുടെ തുമ്പ് വരെ എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സ്കാൽപ്പിൽ നമ്മളിതുപോലെ സ്കാൽപ്പിൽ ചേർത്തിട്ട്, അതായത് ചെറുതായിട്ട് പ്രസ് ചെയ്ത് നമ്മൾ ചീക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് മുടി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് ഉള്ള മുടിയെ നല്ല രീതിയിൽ നിലനിർത്താനും സഹായിക്കും. ഇനി നമുക്ക് നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊരു ചെറിയ രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബ്രാഹ്മണയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എനിക്ക് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ഈ എണ്ണ എന്ന് പറയുന്നത് ഞാൻ കുറേ വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു എണ്ണയാണ്. അപ്പോൾ തലയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് ചെറിയൊരു മസാജും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ
എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. നമ്മുടെ ഡോക്ടർമാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹെയർ സ്പ്രേയും ഹെയർ മാസ്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉച്ചിയിൽ ആദ്യം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജലദോഷമൊക്കെ ഉള്ളവർക്കും തലനീരിറക്കം ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആദ്യം നമ്മൾ മുടിയിലല്ല, ആദ്യം നമ്മൾ ഉച്ചിയിൽ അപ്ലൈ ചെയ്യാതെ ബാക്കി ഭാഗങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം നമ്മൾ ഉച്ചിയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ബോട്ടിൽ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയുന്ന കേട്ടോ, ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇത് നിങ്ങൾക്ക് ഒരു 1-2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യമുള്ളപ്പം പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജും കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഹെയർ സ്പ്രേ ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകും. അതായത് ചെമ്പരത്തി പൂ എന്ന് പറയുന്നത് വളർച്ച പൂർണ്ണമായും മുരടിച്ച മുടി വേരുകളിൽ പോലും ശക്തമായ വളർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ചെമ്പരത്തി. ചെമ്പരത്തിയുടെ പൂവായാലും ശരിയാണ്, അല്ലാതെ ചെമ്പരത്തിയുടെ ഇലയായാലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുള്ള സാധനമല്ല, നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മുടിയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഫുൾ അപ്ലൈ ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കണ്ടോ, നല്ല രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്, അത് നമുക്ക് മുടിയിഴകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് മിച്ചം ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ മുടിയിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ ഷാമ്പൂസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചെമ്പരത്തിപ്പൂ വീട്ടിലുള്ളവർക്ക് എന്നും ചെയ്യാൻ പറ്റിയൊരു ഹെയർ ടോണറാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.